ഹായ് ഫ്രണ്ട്സ്, കിസാനാനോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ട, ഇതാണ് നമ്മുടെ ഉണ്ടമുളക്. കണ്ട, നല്ല ഷെയ്പ്പായിട്ട് ഇരിക്കുന്ന. കണ്ട, സാധാരണ ഒരു ചെറിയ തക്കാളിയുടെ അത്രയും വലിപ്പമുണ്ട്. കണ്ട, ഇതിനങ്ങനെ കേടൊന്നും വന്നിട്ടില്ല. കണ്ട, ഇത് സാധാരണ ഈ ഉണ്ടമുളകിനങ്ങനെ വലുതായിട്ട് കേട് വരാറില്ല. വരുവാണെങ്കിൽ തന്നെ മുരടിപ്പ് വരും, പിന്നെ അല്ലെങ്കിൽ ചെറിയ വെള്ളീച്ചയുടെ ആക്രമണം വരും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം എടുത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇനി കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്തിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി സോപ്പ് എമൽഷൻ അത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ml എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് മാറിക്കിട്ടും. ഇതിന് നമ്മൾ വളം ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ചാണകപ്പൊടി, കുറച്ച് ഗ്രീൻ മീൽ, അതായത് ജൈവവളം, അത് കുറച്ച് ഈ ചാക്കിനകത്ത് നിറച്ചിട്ട്, ഗ്രോ ബാഗിലല്ല നമ്മൾ ചെയ്തേക്കണം, ഈ ചാക്കിനകത്തിട്ടാണ്. ഈ ചാക്കിനകത്തിട്ടാണ് നമ്മൾ നിറച്ച് ചെയ്തേക്കണത്. ഇതിപ്പോൾ ഒരു 40 ദിവസം കഴിഞ്ഞ് നട്ടിട്ട്, ഇതിപ്പോൾ കായ്ച്ച് തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച കാഴ്ച തുടങ്ങിയിട്ട്. കണ്ട, പൂവൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. നമുക്ക് ഇതൊരു പരിധിവരെ ഇത് രോഗപ്രതിരോധ ശക്തിയുള്ളതാണ്. അപ്പം അങ്ങനെ കേട് വരാറില്ല. പക്ഷെ പച്ചമുളകിന് ആണെങ്കിലൊക്കെ പെട്ടെന്ന് കേട് വരും. പക്ഷെ ഇതിനങ്ങനെ കേട് വരാറില്ല. ഇത് മറ്റുള്ള കാന്താരിയെ പച്ചമുളക് ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കാനാണെങ്കിൽ ഇതിന് പൊതുവെ ഇത് എരിവ് കുറവായിരിക്കും. അപ്പോൾ അത് കാരണം സാധാരണ നമ്മൾ ഈ പച്ചരി അതുപോലെയുള്ള മെഴുക്ക് പുരട്ടികളിലൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ക്യാപ്സിക്കം മാതിരി ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി എരിവ് കുറവായതുകൊണ്ട് മറ്റോ കാന്താരിക്കൊക്കെ നല്ല എരിവാണല്ലോ, പക്ഷെ അത്ര എരിവൊന്നും ഇതിനില്ല. അപ്പം നമുക്ക് സാധാരണ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് പൊതുവേ ഇപ്പം എല്ലായിടത്തും അങ്ങനെ കാണാറില്ല, അപ്പോൾ അപൂർവമാണിത്. കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പച്ചമുളക്, കാന്താരി, അതുപോലെ തന്നെ ഈ നെയ്മുളക് അതുപോലുള്ള മുളകുകളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് പൊതുവേ കാണാറില്ല. അപ്പോൾ ഇതേതായാലും നമുക്കിവിടെ കുറച്ച് പിടിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് വിളവ് തരുന്നുണ്ട്. ഏകദേശം ഇപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു ചെടിയിൽ ഏകദേശം ഒരു 10-30 എണ്ണമൊക്കെ മുളകുണ്ട്. ഇതൊരു കുറച്ചുകൂടി വലുതാങ്ങി. ഇപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ അത്രേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരുമാതിരി മുഴുത്ത തക്കാളിയുടെ അത്രയും വലിപ്പം ഇതിന് കിട്ടും. ഇതിന് പൊതുവെ പരിചരണമൊക്കെ കുറച്ച് മതി. മറ്റേ പച്ചമുളകിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവും. പരിചരണം കുറച്ച് മതി. അതുപോലെ തന്നെ വെള്ളം അങ്ങനെ കാര്യമായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. 1.5 കുടമൊക്കെ വെള്ളം നനച്ച് കൊടുത്താൽ മതിയാകും. അപ്പം വെള്ളം കുറവാണെങ്കിൽ അങ്ങനെ വാടിപ്പോവുക, അങ്ങനെ നശിച്ചു പോവുകയുള്ള അങ്ങനെയുള്ളതൊന്നുമല്ല. ഇത് ഒരു പരിധിവരെ വെള്ളം ഇല്ലെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവും കൂടിയുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ക്യാപ്സിക്കം മാതിരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്യാപ്സിക്കം അത്രയൊക്കെ എരിവ് കൂടുതലില്ല. പിന്നെ ഇതിനകത്ത് വിറ്റാമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, ന്യൂട്രിയൻസ് ഒക്കെ കുറച്ച് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഔഷധ ഗുണമുള്ള മുളക് തന്നെയാണ്. പിന്നെ ഇത് മരുന്നടിയുടെ ആവശ്യം വരുന്നില്ല. ഇത് നടുമ്പോൾ തന്നെ നമ്മളിപ്പോൾ നടുത്ത സമയത്ത് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ട്രൈക്കോഡെർമ ഒരു 5 ഗ്രാമത്തോളം അതിൻ്റെ ചുവട്ടിൽ നമ്മൾ കലക്കി ഒഴിച്ചുകൊണ്ടാണ് ഇത് വിത്ത് പാകിയത്. അപ്പോൾ അതുകൊണ്ട് വേര് സംബന്ധമായ അസുഖം പൊതുവെ ഈ ട്രൈക്കോളിന് ഉപയോഗിക്കുന്നത് കൊണ്ട് വരാറില്ല. പിന്നെ പ്രതിരോധ ശക്തിയും കൂടുതലാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു മുളക് തന്നെയാണ്. ഉണ്ടമുളകിന് മാർക്കറ്റിൽ 350 വരെ വിലയുണ്ട് 1 കിലോയ്ക്ക്. മാർക്കറ്റും ഒരുമാതിരി ഉള്ളതാണ് ഇതിന്. കാരണം ഇത് പൊതുവെ കൃഷി കുറവാണ് ഇതിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡുണ്ട്. മറ്റേ കാന്താരിക്ക് എന്ന് പറയുമ്പോൾ 375 രൂപ 400 രൂപ വരും. പക്ഷെ അത് ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപ. ഇനി ഈ വയനാടൻ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഉണക്കിയ കാന്താരിക്ക് തന്നെ 2000 രൂപ വരെ വില വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ നെയ്മുളകായിട്ടും ഒക്കെ ചെറുത് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നവർ ഇത് നട്ടു കഴിഞ്ഞാൽ ഇത് വളരെ ലാഭകരമായിരിക്കും. ഒരുപാട് മുളക് ഉണ്ടാകുകയും ചെയ്യും. വലിയ പരിചരണത്തിൻ്റെ ആവശ്യം വരുന്നില്ല, കേട് കുറവാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇതുകൊണ്ട്. ഈ വീഡിയോ കാണുന്നവർ ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് സാധാരണ നമ്മൾ കുറച്ച് ചകിരിച്ചോറും പെർലൈറ്റും കൂടി മിക്സ് ചെയ്ത്
മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഡിസ്പോസബിൾ ഗ്ലാസ് ഉണ്ടല്ലോ, ഡിസ്പോസബിൾ ഗ്ലാസ്സിനകത്ത് പാകിയിട്ട് പാകിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ നമ്മൾ ആ ഡിസ്പോസബിൾ ഗ്ലാസ് കൊണ്ട് യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ട് ഇറക്കി വെച്ചാൽ മതിയാകും. അപ്പോൾ അത് പിന്നെ പറിച്ച് നടുമ്പോഴുള്ള ആ പിന്നെ കേടുപാടുകൾ സംഭവിക്കുന്നില്ല. ഒരെണ്ണം ഡാമേജ് ആകാതെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും. എന്തായാലും ഇത് നല്ല വിളവ് കിട്ടുന്ന ഒരു മുളകാണ്. അപ്പോൾ നിങ്ങൾ ഈ ഉണ്ട മുളകൊന്ന് ഈ വീഡിയോ കാണുന്നവരൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്തായാലും നന്നായിരിക്കും, അത് നല്ല റിസൾട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പുതിയ പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.